നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. നമ്മുടെ ദൊമ്മ രാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനാകും. അതും ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ. അങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് അത് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ഡി ഗുഗേഷ്. 1985 ഗാരി കാസ്പറോവ് ഈ നേട്ടം കൊയ്യുമ്പോൾ കാസ്പറോവിൻ്റെ പ്രായം 22 വയസ്സ്. ചെസ്സിലെ 4 ദശകത്തോളം നീണ്ട റഷ്യൻ ചൈനീസ് ആധിപത്യമാണ് ഗുഗേഷ് തകർത്തെറിഞ്ഞത്. കൃത്യം 7 വർഷം മുമ്പ് 2017 ഗുഗേഷിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വലുതാകുമ്പോൾ നിനക്ക് ആരാകണം എന്നായിരുന്നു ആ ചോദ്യം. അതിന് ഗുഗേഷ് അന്ന് പറഞ്ഞ മറുപടി എനിക്ക് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനാകണം എന്നായിരുന്നു. 7 വർഷങ്ങൾക്കിപ്പുറം അന്ന് ഗുഗേഷ് പറഞ്ഞ ആ വാക്കുകൾ ഇന്നിതാ സാർത്ഥകമാക്കിയിരിക്കുന്നു. ആർക്ക് സാധിക്കും ഇത്? ആർക്കുണ്ട് ഈ നിശ്ചയദാർഢ്യം? 11 വയസ്സിൽ നിങ്ങൾക്കൊരു ഡോക്ടറാകണം, ഒരു എൻജിനീയർ ആകണം എന്നൊക്കെ പറയാം, ആകുകയും ചെയ്യാം. എന്നാൽ എനിക്കൊരു വേൾഡ് ചാമ്പ്യൻ ആകണമെന്നും അതും ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് ചാമ്പ്യൻ ആകണം എന്നൊക്കെ പറയുന്നതൊക്കെ അതിമോഹമല്ലേ മോനെ ദിനേശ എന്ന് അന്ന് ചിന്തിച്ചവർ ഉണ്ടാകാം. അവർക്കുള്ള ഉത്തരം കൂടിയായിരുന്നു ഗുഗേഷിൻ്റെ ഇന്നത്തെ ഈ നേട്ടം. ഈ അവസാന റൗണ്ട് മത്സരത്തിൻ്റെ ക്ലിപ്പിംഗ്സ് കണ്ടവർക്കറിയാം ഗുഗേഷ് എത്രമാത്രം വികാരാധീനനായി എന്ന്. അയാൾ വിജയിച്ചു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ അങ്ങോട്ട് എല്ലാം തികച്ചും നൊസ്റ്റാൾജിക് എന്ന് പറയാവുന്ന മൊമെൻറ്റ്സ് ആയിരുന്നു. അയാൾ കരയുകയായിരുന്നു, മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട്. ലോകത്തിൻ്റെ നെറുകയിൽ കയറി എന്നറിഞ്ഞ ആ സമയവും അയാൾ ചെസ് ബോർഡിലെ കരുക്കളെല്ലാം യഥാസ്ഥാനത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും കരച്ചിൽ നിയന്ത്രിക്കാനായിരുന്നില്ല അയാൾക്ക്. അപ്പോഴേക്കും അഭിനന്ദനങ്ങളുമായി ആൾക്കാർ ഗുഗേഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഡിങ് ലീഷൻ അയാളോട് കരയേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും അയാൾ മുകളിലോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് അതേ പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ ചെസ് ബോർഡിൽ കൈവച്ച് ബോർഡിനെ വണങ്ങി നന്ദി പറയുന്നു. പിന്നെ മുകളിലോട്ട് നോക്കി അയാൾ വിശ്വസിക്കുന്ന എന്തിനെയോ നോക്കി നന്ദി പറയുന്നു. പിന്നീട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നതും രണ്ടുപേരും ഇമോഷണൽ ആകുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. മത്സരത്തിന് ശേഷം ഗുഗേഷ് ഒരു കാര്യം പറഞ്ഞു. വേൾഡ് ചാമ്പ്യൻ ആണെങ്കിലും താൻ മാഗ്നസ് കാൾസൺ എന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ 7 അയലത്ത് വരില്ല എന്ന്. കാൾസണെ മാത്രമല്ല, തൻ്റെ എതിരാളി ഡിങ് ലീഷനെയും അയാൾ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. ഒരു വ്യക്തിഗത സ്പോർട്സാണ് ചെസ്. അവിടെ മത്സരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയും പ്രോത്സാഹനവും അയാളുടെ വിജയത്തിൽ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. ഇവിടെ അയാളുടെ ശക്തിയും വിശ്വാസവും പ്രചോദനവും എല്ലാം അയാളുടെ കുടുംബമായിരുന്നു. അതിനുശേഷമേ മറ്റെല്ലാം വരുന്നുള്ളൂ. ഒരു ENT സർജനായ പിതാവ് പ്രാക്ടീസും ജോലിയും ഉപേക്ഷിച്ച് എല്ലായ്പ്പോഴും പൂർണ്ണ പിന്തുണയും സപ്പോർട്ടുമായി ഗുഗേഷിനോടൊപ്പമായിരുന്നു. കുടുംബം കഴിഞ്ഞാൽ ഗുഗേഷിൻ്റെ ടീമായിരുന്നു അയാളുടെ ശക്തി. ഒട്ടേറെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. ഒട്ടേറെ കാലമായി അയാളുടെ ട്രെയിനറായ ഗ്രാൻഡ് മാസ്റ്റർ ഗ്രിഗോസ് ഗായോസ്കി, പോളിഷ് ഗ്രാൻഡ് മാസ്റ്റർ റാഡോസ്ലോ വോജസക്, ഗ്രാൻഡ് മാസ്റ്റർ പെൻഡല ഹരികൃഷ്ണ, ഗ്രാൻഡ് മാസ്റ്റർ വിൻസൻ കീമാർ, ഇൻ്റർനാഷണൽ മാസ്റ്റർ ജാൻ കിയോസ്കി, മെൻ്റൽ കോച്ച് പാഡി അപ്റ്റൻ, ഇവർക്കെല്ലാം അപ്പുറം അയാളോടൊപ്പം പിന്തുണയും പ്രചോദനവുമായി എക്കാലത്തെയും ഇന്ത്യയുടെ അഭിമാനമായ വിശ്വനാഥൻ ആനന്ദും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഗുഗേഷിൻ്റെ ശക്തി? അസാധാരണമായ ടാക്റ്റിക്കൽ വിഷൻ, ആക്രമണോത്സുകമായ ശൈലി, റാപ്പിഡ് മൂവ്മെൻറ്റ്, ഒപ്പം പ്രായവും. എന്തൊക്കെയാണ് അയാളുടെ ദൗർബല്യങ്ങൾ എന്ന് ചോദിച്ചാൽ പ്രായം കുറവായതുകൊണ്ടുള്ള എക്സ്പീരിയൻസ്, ഇനിയും തെളിയിക്കേണ്ട കൺസിസ്റ്റൻസി, ഓപ്പണിങ്ങിൽ ഇനിയും സ്പെസിഫിക് ആയ ഒരു ലൈനും സമീപനവും കൊണ്ടുവരേണ്ടതും, ഇതിനെല്ലാം അപ്പുറം ടോപ്പ് ലെവൽ ചെസ്സിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ പോയിൻ്റായ എൻഡ് ഗെയിം ടെക്നിക് അത് മാസ്റ്റർ ചെയ്യുക. ഇതെല്ലാം തീർത്തും ഗുഗേഷിൻ്റെ ദൗർബല്യങ്ങളാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം കൂടുതൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ അയാൾ സ്വയം അതിലേക്ക് എത്തിച്ചേരും എന്നതും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. മാഗ്നസ് കാൾസൺ അഭിനന്ദനവുമായി എത്തി. ഗുഗേഷ് വേൾഡ് നമ്പർ 1 ആകുന്നത് അതിവിദൂരമല്ല എന്നാണ് കാൾസൺ പറഞ്ഞത്. പിറകെ അഭിനന്ദന പ്രവാഹങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് ദ്രൗപദി മുർമു,
പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സച്ചിൻ ടെണ്ടുൽക്കർ, വിശ്വനാഥൻ ആനന്ദ്, അങ്ങനെ നിരവധി പേർ. ഇനിയാണ് ഈ മത്സരത്തിലെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. ചെസ് ലോകത്തിലെ ചില ആൾക്കാരുടെ കണ്ണുകടി ആരംഭിച്ചു. റഷ്യയാണ് ആദ്യം ഒരു വെടി പൊട്ടിച്ചത്. റഷ്യയ്ക്ക് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒട്ടും പിടിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ഡിങ് ലിഷനെ മാച്ച് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞ് അവഹേളിക്കുകയും ചെയ്തു. എതിരാളികളുടെ പിഴവ് പോയിൻ്റായി മാറുന്നത് നമ്മൾ മിക്കവാറും എല്ലാ സ്പോർട്ട് ഇവൻറ്റുകളിലും കാണാറുണ്ട്. സ്പോർട്സാണ്, പിഴവുകൾ പറ്റും. ചെസ്സ് പോലെ ഒരു വ്യക്തിഗത ഇനത്തിൽ പങ്കെടുക്കുന്നവരുടെ മാനസിക നിലയും മറ്റും കണക്കാക്കുമ്പോൾ സമ്മർദ്ദം എത്ര നല്ല കളിക്കാരനെയും ബാധിക്കും. ഒരു പിഴവ് വരുത്തുവാൻ അത് തന്നെ ധാരാളം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുക വഴി റഷ്യ ലിഷനെ അവഹേളിക്കുക മാത്രമല്ല, എല്ലാം റിഗ്ഡ് ആയിരുന്നു എന്ന് പറയുക വഴി ഗുകേഷിൻ്റെ നേട്ടത്തിൻ്റെ മുകളിലും ഒരു നിഴൽ വീഴ്ത്തുകയും ചെയ്തു. ഇവിടം കൊണ്ടും തീർന്നില്ല. 2000 മുതൽ 2006 വരെ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന വ്ളാഡിമിർ ക്രിംനിക്, അദ്ദേഹം പറഞ്ഞതായിരുന്നു അതിലും ശോകം. എൻഡ് ഓഫ് ചെസ് എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ ക്രിംനിക്കിനെ പോലെ ഒരാളുടെ വായിൽ നിന്നും ഇതുപോലെ ഒരു അഭിപ്രായം ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതാണോ സത്യം? അല്ല. ഇത് ചെസ്സിൻ്റെ അവസാനമല്ല, ചെസ്സിലെ ഗുകേഷ് യുഗത്തിൻ്റെ തുടക്കമാണ്. ഇനിയും ഒട്ടേറെ ഗുകേഷുമാർ ഇവിടെയുണ്ട് എന്ന് നമ്മൾ ലോകത്തോട് പറയാതെ പറയുകയാണ്. പ്രജ്ഞാനന്ദയും അർജുൻ എറിക്കാസിയും നിഹാൽ സരീനും പോലെ ഇനിയും നിരവധി പേര് ക്യൂവിലാണ്. അതുകൊണ്ട് റഷ്യ ഇനി ചൊറിയാൻ നിൽക്കണ്ട. ചൊറിയാൻ വന്നാൽ ഞങ്ങളുടെ പിള്ളേരും മാന്തും, സൂക്ഷിച്ചു. ദൊമ്മരാജു ഗുകേഷ് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരാകുന്നു. അതൊരു ഇന്ത്യക്കാരനാകുമ്പോൾ നമുക്ക് അഭിമാനം. ഈ തലമുറയ്ക്കും വരാനിരിക്കുന്ന ഇനിയും അനവധി തലമുറകൾക്കും പ്രചോദനം, കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകം. അങ്ങനെ ഇനിയും ഏറെ പറയുവാനുണ്ട് ഗുകേഷിനെ കുറിച്ച്. ഗുകേഷ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഗുകേഷിൻ്റെ അത്ഭുത പ്രകടനങ്ങൾക്കായി ഇനിയും കാത്തിരിക്കാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.